തൗഫീഖ്, ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആരോപണങ്ങളാകാം, നിങ്ങളുടെ വാദമാകാം, അതവിടെ നിൽക്കട്ടെ. ഈ ആശിഷ് കൃഷ്ണ എന്ന ചെറുപ്പക്കാരൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. എന്നിട്ടും അതിൽ നിങ്ങളുടെ തന്നെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വന്നിട്ടും ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതുപോലെ അതിനെ ഒന്നും തള്ളിപ്പറയാനുള്ളൊരു മനസ്സില്ല. നിഖിൽ പൈലി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകാം, പക്ഷേ മലയാളിക്ക് മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായി നിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ സംഘടനാപരമായി മാറ്റി നിർത്താൻ പോലും താല്പര്യം കാണിക്കാതെ ചേർത്തു പിടിച്ച് അത് പരസ്യമായി ഒരു നിലപാട് നേതൃത്വം സ്വീകരിക്കുമ്പോഴാണ് അത്തരം നിഖിൽ പൈലിമാർ വേറെയും ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്നവർക്ക് ഇതേ നിഖിൽ പൈലി ആശംസകളും അഭിവാദ്യങ്ങളും നേർന്ന് തങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ഇതൊരു തെറ്റായ രീതിയാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തൗഫീഖ്. അതിനെ കുറേയെങ്കിലും ആളുകൾക്ക് ബോധ്യപ്പെടും വിധത്തിൽ അകറ്റി നിർത്താനോ തള്ളിപ്പറയാനോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നെങ്കിലും മിനിമം പറയാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ആംബുലൻസിൽ പോയ പ്രതികൾ, ആ ദൃശ്യം, ആ ചിത്രം നിങ്ങളുടെ തന്നെ ആളുകൾ സെൽഫിയിലൂടെ ആളുകളോട് പറഞ്ഞു വെച്ചതിൽ കൃത്യം കാര്യങ്ങളില്ലേ? ആളുകൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആശിഷ് കൃഷ്ണ ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളിൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? ഇതേ കലോത്സവ സ്ഥലത്താണ്, ഇതേ തൃശ്ശൂരിലാണ് RK കൊച്ചനിൻ എന്ന SFI നേതാവ് മുൻപ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. KSUക്കാരായിരുന്നു അതിൽ പ്രതികളായി വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു നടപടികളിലേക്ക് പോകണ്ടേ KSU? അല്ല, KSU ഏതൊക്കെ നടപടികളിലേക്ക് പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും ഈ ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനകത്ത് ഒരു കുറ്റബോധത്തിൻ്റെയും ഒരു പുനർപരിശോധനയുടെയും ആവശ്യമില്ല എന്നുള്ള കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പ്രിയപ്പെട്ട ശരത്തെ, അതിനകത്ത് പ്രധാനമായിട്ട് അങ്ങ് ഈ ആംബുലൻസിൽ ഒരു സെൽഫിയുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനായി ഇന്ന് SFIയും ഇന്ന് കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഗോകുൽ സഞ്ചരിച്ച ഇല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ആംബുലൻസ് ആണ് അതെന്ന് എന്താ തെളിവുള്ളത്? 5ഓളം ആംബുലൻസ് ഈ സംഘർഷം നടന്നിട്ടുള്ള മാള കോളേജിൽ 5ഓളം ആംബുലൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ SFI വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്നു. കമ്പിവടികളുമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടന്നിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ, വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ, മീഡിയ ടീമിലുള്ള ആളുകളെ, മെഡിക്കൽ ടീമിലുള്ള ആളുകളെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടവരെ കൊണ്ടുപോയ ആംബുലൻസിലേക്ക് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആംബുലൻസിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്, അവിടെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഒരു മെഡിക്കൽ ടീം, മീഡിയ ടീം എടുത്തുള്ള സെൽഫിയാണ് അത്. നിങ്ങൾ പറയുന്നത് പോലെ ഗോകുൽ ഗുരുവായൂർ സഞ്ചരിച്ച ഈ SFI നേതാക്കന്മാർ ആക്രമിച്ച ആംബുലൻസ് ആണ് എന്നതിനുള്ള ഒരു അടിസ്ഥാനവും ഇല്ല. തൗഫീഖ് തന്നെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഞാൻ അതിൽ ഗോകുൽ ഗുരുവായൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ചിത്രത്തിൽ KSUക്കാരടക്കം ഒരു ആംബുലൻസ് ഈ രൂപത്തിലാണോ ഉപയോഗിക്കേണ്ടത്? അതിൽ തന്നെ ഒരു ദുരുപയോഗമുണ്ട്. ഇതിൽ പ്രതികളുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുണ്ട്. അവർ സെൽഫി ഇട്ട് നോം സേഫ് ആണ് എഴുതി വെച്ചിരിക്കുന്നു. നോക്കൂ, നോം സേഫ് ആണ്, ആംബുലൻസ് യാത്ര നോം സേഫ് ആണ്. എന്താണ് മനസ്സിലാക്കേണ്ടത് തൗഫീഖ്? പറഞ്ഞു തന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ടീം, മീഡിയ ടീം സഞ്ചരിച്ചിട്ടുള്ള അവിടെ എടുത്തിട്ടുള്ള സെൽഫിയാണ്. നീലേക്ക് നിങ്ങൾ പരിശോധിച്ചോ. അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ ടീമിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, മെഡിക്കൽ ടീമിൽ, മീഡിയ ടീമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞ എനിക്ക് ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ ആണോ അല്ലയോ എന്നതിനപ്പുറം KSUക്കാരാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഈ മെഡിക്കൽ ടീമിൽപ്പെട്ട, മീഡിയ ടീമിലുള്ള ആളുകളാണ്. ഞാൻ ഗൗരവമുള്ള പിക്ചർ കൈരളി പറയുന്നതാണ്. ഗൗരവമുള്ള പിക്ചർ കൈരളി പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആക്രമിക്കപ്പെട്ട ഒരു ബ്ലൈൻഡ് ആർഗ്യുമെന്റ് ആണ്. എന്ത് തെളിവാണ്? തൗഫീഖ് പറഞ്ഞത് കേട്ടില്ലേ? അതേതോ മെഡിക്കൽ മീഡിയ ടീമാണത്രേ, KSUക്കാരല്ല. SFI പറഞ്ഞത് എന്ത് തെളിവാണ് ഇതിലുള്ളത്? തൗഫീഖ്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാൽ തോന്നും. ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഗോകുൽ ഗുരുവായൂരും ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളോർമ്മയിലെ സഭയുടെ യൂണിറ്റ് സെക്രട്ടറിയുമാണ് എന്നുള്ള നിലയിലാണ് തൗഫീഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നവിടെ ഉണ്ടായത് ആ വിദ്യാർത്ഥിയെ അടിച്ച്, നേരത്തെ പറഞ്ഞു ഇരുമ്പോടി വെച്ച് അടിച്ചു, കല്ലെറിഞ്ഞു, കസേരക്കടിച്ചു. ഇത് ആരാണ് തൗഫീഖ് അടിക്കണത്? ഈ ഇരുമ്പോടി എടുത്ത് അടിക്കുന്നതും കസേര പ്രയോഗം നടത്തുന്നതും പട്ടിക പ്രയോഗം നടത്തുന്നതും കല്ലേറ് നടത്തുന്നതും ഒക്കെ ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള കേസ് നേതാക്കൾ. അതിന് 3 പേര് ഇപ്പോൾ റിമാൻഡിലായി. 3 പേരെ പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവർ ഈ ആക്രമണ പ്രവർത്തനം നടത്തി അത് കഴിഞ്ഞ് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന് ശേഷം ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിലധികം ആംബുലൻസിൽ ഈ കൊടും ക്രിമിനലുകളാണ് കലോത്സവ വേദിയിൽ നിന്ന് കടന്നു കളയുന്നത്. ഗോകുലിനെ പിടിച്ചത് ആലുവയിൽ നിന്നാണെന്നാണ് കിട്ടിയ വിവരം. ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഏറ്റവും ഇമീഡിയറ്റ് ആയി ജില്ല വിടുന്നതിന് വേണ്ടി തയ്യാറാക്കുകയാണ് ഈ ക്രിമിനലുകൾ. ഈ പറഞ്ഞ ആളുകൾ മെഡിക്കൽ ടീമാണെന്ന്. ഇത് ഏതാ മെഡിക്കൽ ടീം? ഇതിലൊരാൾ ക്രൈസ്റ്റ് കോളേജിലുള്ള KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. മറ്റൊരാൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ തൊട്ട് മുൻപത്തെ കോളേജ് യൂണിയൻ ചെയർമാനാണ്. ഈ പറഞ്ഞ ആളുകൾ ആണോ മെഡിക്കൽ ടീം? ഇവരുടെ നേതൃത്വത്തിലല്ലേ വിദ്യാർത്ഥികളെ ആക്രമിച്ചത്, വിദ്യാർത്ഥികളെ അതിക്രൂരമാം വിധം മർദ്ദിച്ചത്. അതിനുശേഷം രക്ഷപ്പെട്ട ആളുകൾ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ആക്രമിക്കപ്പെട്ട ആളുകളാണെങ്കിൽ അവരിട്ട പോസ്റ്റ് എന്താ? ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, അതിനിട്ട ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമല്ലോ അത് ആക്രമിക്കപ്പെട്ട ആളുകളാണോ ആക്രമിച്ച ആളുകളാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇവർ ഈ വന്നു നിന്ന് പൊതുസമൂഹത്തെ ആകെ വിഡ്ഢികളാക്കാൻ വേണ്ടി നോക്കുകയാണോ? ഇപ്പം ഇന്ന് ഈ ചിത്രം വന്നപ്പോഴാണല്ലോ അവരുടെ പുതിയ വിശദീകരണം വരുന്നത്. ഇന്നലെ ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണല്ലോ ഇവർ ഈ പറഞ്ഞ പോലെ കലോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമം എന്ന് പറയുന്ന തിരക്കഥയുമായിട്ട് ഇറങ്ങിയത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ 10-20 സെക്കൻഡ് വീഡിയോ അല്ലാതെ മറ്റു പലതും ഉണ്ടായിട്ടുണ്ട്. ആ പലതും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടും. നിങ്ങൾ നടത്തിയ കലോത്സവമല്ലേ? നിങ്ങളായിരുന്നില്ലേ അതിൻ്റെ സംഘാടകർ? ഈ നാട്ടിൽ എവിടെ എന്ത് പരിപാടിക്ക് പോയാലും മൊബൈലിൻ്റെ ക്യാമറ പോക്കറ്റിൽ ഓണാക്കി വെച്ചിട്ട് പരിപാടിക്ക് പോകുന്ന ആളുകളാണല്ലോ KSUക്കാർ. സാധാരണ ഒരുപാട് ദൃശ്യങ്ങളുമായിട്ട് ഇറങ്ങാറുണ്ടല്ലോ. ഇനി പല ഘട്ടത്തിലും ദൃശ്യം കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് ഇതുപോലുള്ള പല ചാനൽ സംവാദങ്ങളിലും വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണല്ലോ KSUക്കാർ. നിങ്ങളുടെ കയ്യിൽ ദൃശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നേ. ഇവിടെ ക്രൂരമായ ആക്രമണം നടത്തിയിട്ട് നിങ്ങൾ കഥ മെനയുന്നു. ഇനി ഈ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട ആദ്യ ദിനം മുതലേ വിദ്യാർത്ഥികൾ പങ്കുവെച്ചിട്ടുള്ള പരാതികൾ നിരവധിയായിട്ടുള്ള പരാതികൾ വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടില്ലേ? ആ കലോത്സവം ബന്ധപ്പെട്ട് ഞാൻ പ്രിയപ്പെട്ട ശരത്തെ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. അതിനകത്ത് ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കലോത്സവത്തിന് മുഴുവൻ ജഡ്ജസിന്റെ ലിസ്റ്റ് എടുത്തു കേട്ടോ. അതിനകത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത ജഡ്ജസ് ആയിരുന്നു പല ഇവന്റുകൾക്കകത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ ജഡ്ജസിനെ കോർഡിനേറ്റ് ചെയ്തത് VT ബൽറാം മുൻ MLA ആയിരുന്ന ഘട്ടത്തിൽ VT ബൽറാമിന്റെ PA ആയിരുന്ന കക്ഷിയാണ് ഇതിന്റെ ജഡ്ജസിനെ കോർഡിനേറ്റ് ചെയ്തത്. അതിൽ തമിഴ് വിഭാഗത്തിലെ മത്സരങ്ങളുടെ ജഡ്ജിനെ ഞങ്ങൾ നോക്കിയപ്പോൾ പാലക്കാട് ഷൊർണൂർ അല്ലമീൻ ലോ കോളേജ് ഉണ്ട്. ആ കോളേജിലെ അധ്യാപകരാണ് ഈ ജഡ്ജസിനെ കോർഡിനേറ്റ് ചെയ്ത VT ബൽറാം MLA മുൻ PA. അദ്ദേഹത്തിൻ്റെ 2 സ്റ്റുഡൻസ്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള 2 ആളുകളാണ് ആ കോളേജിലെ അല്ലമീൻ ലോ കോളേജിലെ 2 വിദ്യാർത്ഥികളാണ് തമിഴ് വിഭാഗം മത്സരങ്ങളുടെ വിധികർത്താക്കളായിരുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു എന്താണ് ഈ ലോ കോളേജിലെ 2 വിദ്യാർത്ഥികൾക്ക് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട് എന്താ അവരുടെ ബന്ധം നോക്കിയപ്പോൾ ഇവർ ഡിഗ്രി പഠിച്ചത് 3 കൊല്ലം തമിഴ്നാട്ടിലായിരുന്നു. 3 കൊല്ലം തമിഴ്നാട്ടിൽ ഡിഗ്രി പഠിച്ചു എന്നുള്ള കാരണത്തിന്റെ പുറത്ത് 2 ആളുകളെ പിടിച്ചിട്ട് തമിഴ് വിഭാഗ മത്സരങ്ങളുടെ ജഡ്ജായിരുത്തുക. സമാനമായ നിലയിൽ ജഡ്ജ്മെന്റ് ഉൾപ്പെടെ ആ മത്സരത്തിന്റെ സംഘാടനം ഉൾപ്പെടെ നിരവധിയായ പിഴവുകൾ, വിദ്യാർത്ഥികളുടെ പരാതി, ആക്ഷേപം, ആ വിദ്യാർത്ഥികളുടെ പരാതി പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, ആ മത്സരാർത്ഥികൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, അവർ സ്റ്റേജിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ വസ്തുതയാണ്. ഇതൊന്നും SFI അല്ല പ്രതിഷേധിച്ചത്. SFI അല്ല ഈ പറഞ്ഞ പോലെ പരാതി ഉന്നയിച്ചുള്ളത്. ആ സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ്. അതെല്ലാ കലോത്സവത്തിലും ഉണ്ടാകുന്ന കാര്യമാണ്, സ്വാഭാവികമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വിധിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇരുമ്പ് പടി വെച്ച് തലക്കടിക്കാണോ വേണ്ടത് എന്നുള്ളിടത്താണ്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘാടനം എന്നുള്ളതാണ്. ഞങ്ങൾ സാധാരണ കലോത്സവം നടത്തുമ്പോൾ വളണ്ടിയർ കമ്മിറ്റിയുടെ യോഗം വിളിച്ച് ആദ്യം ഞങ്ങളെ യോഗത്തിൽ പറയാറ് നിങ്ങളിത് നടത്തി പൂർത്തീകരിക്കേണ്ട ആളുകളാണ്. പലതരത്തിലുള്ള വിയോജിപ്പുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തല്ലുകൊണ്ടാൽ നിങ്ങൾ നടത്തി പൂർത്തീകരിക്കേണ്ട ആളുകളെ, തിരിച്ചടിക്കേണ്ട ആളുകളല്ല എന്നാണ് ഞങ്ങൾ ആദ്യം വളണ്ടിയർ കമ്മിറ്റി യോഗത്തിനകത്ത് പറയാറ്. ഇവിടെ തലക്കടിച്ച് പരാതി ഉന്നയിക്കുന്ന, ആക്ഷേപം ഉന്നയിക്കുന്ന, അപ്പീലുമായി പോകുന്ന വിദ്യാർത്ഥികളുടെ തലയടിച്ച് പൊളിക്കുന്ന നിലയിലേക്ക് KSU മാറുന്നു. എന്നിട്ട് അതിനെ ഓൺ ചെയ്യുന്നു, അതിന് പിന്തുണ കൊടുക്കുന്നു, അതിന് സംരക്ഷണം കൊടുക്കുന്നു, ആ ആളുകളെ വീണ്ടും ഇതിന്റെ ജില്ലാ പ്രസിഡന്റായി അവരോധിക്കുന്നു.